ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചെങ്ങാലൂർ മാട്ടുമലയിൽ വീട് വയ്ക്കാനെന്ന പേരിൽ വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുന്നതായി പരാതി. മണ്ണ് കടത്തുന്നത് പഞ്ചായത്ത് അനുമതിയോടെ എന്ന വ്യാജേന. ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിക്ക് 5 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ. പുന്നയൂർക്കുളം ചമ്മന്നൂർ സ്വദേശി താഴത്തേതിൽ വീട്ടിൽ സുധാകരനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. കടങ്ങോട് പന്നിത്തടം ചേമൻ റോഡ് പ്രദേശവാസികൾക്ക് മാസങ്ങളോളമായി കുടിവെള്ളം കിട്ടുന്നില്ലെന്ന് പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിലെ അതിപ്രധാന ചടങ്ങായ ഉത്സവബലി ശനിയാഴ്ച നടക്കും. രാവിലെ 8 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയും ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് 10 ആണ്ട്. ചേനത്തുനാട് മണിക്കൂടാരത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടന്നു. വെരിക്കോസ് വെയിനിന് ചികിത്സ തേടിയ രോഗിയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം പുല്ലൂറ്റ് ആയുഷ്മാൻ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ കൊടുങ്ങല്ലൂർ നഗരസഭ അധികൃതർ അടപ്പിച്ചു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. വിശദാംശങ്ങളിലേക്ക്. ചെങ്ങാലൂർ മാട്ടുമലയിൽ വീട് വയ്ക്കാനെന്ന പേരിൽ വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുന്നതായി പരാതി. പഞ്ചായത്ത് അനുമതിയോടെ എന്ന വ്യാജേന മണ്ണ് കടത്തുന്നത്. വീടിന് തറയെടുക്കുന്നതിന് ഭൂമി നിരത്താൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ അനുമതിയുടെ മറവിലാണ് 7 അടിയോളം മണ്ണ് മാറ്റി മലഞ്ചെരുവിൽ മണ്ണെടുത്തിരിക്കുന്നത്. ഇതുമൂലം മണ്ണെടുത്തതിന്റെ മേൽഭാഗത്തുള്ള വീടുകൾ അപകടാവസ്ഥയിലാണ്. ഇതിന് തൊട്ടുമുകളിലായി കഴിഞ്ഞ മാസം പണി പൂർത്തീകരിച്ച വീടും ഉൾപ്പെടും. ഈ വീട്ടുകാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും മേൽഭാഗത്തെയും കീഴ്ഭാഗത്തെയും പുരയിടങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ സമിതി ആവശ്യപ്പെട്ടു. ബസ്സിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 5 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുന്നയൂർക്കുളം ചമ്മന്നൂർ സ്വദേശി താഴത്തേതിൽ വീട്ടിൽ സുധാകരനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത്. 2024 ഓഗസ്റ്റ് 24 തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് TV ചിത്ര എന്നിവർ കോടതിയിൽ ഹാജരായി. കടങ്ങോട് പഞ്ചായത്തിലെ പന്നിത്തടം ചേമൻ റോഡ് പ്രദേശവാസികൾക്ക് മാസങ്ങളോളമായി കുടിവെള്ളം കിട്ടുന്നില്ലെന്ന് പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിനിടയിൽ പൊട്ടിയ പൈപ്പ് ലൈൻ ശരിയാക്കാത്തതാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ സൈബുന്നിസ ഷറഫു തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനിടയിൽ പൈപ്പ് ലൈൻ പൊട്ടിയത്. ഇതേ തുടർന്ന് പന്നിത്തടം, മാത്തൂർ ശിവക്ഷേത്ര പരിസരം, ചെമ്പൻ റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി ശരിയാക്കാൻ പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറായിട്ടില്ല. നേരിട്ട് തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പരാതി വേറെ തരാന്ന് പറഞ്ഞപ്പോ വേണ്ട, ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കാന്ന് പറഞ്ഞിരിക്കും. 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കളക്ടർക്ക് പരാതി കൊടുക്കും. ഇലക്ഷന് ഇപ്പൊ നിയമസഭ ഇലക്ഷനെ വരാൻ പോണത്, വോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ആളുകൾ. അതും പറഞ്ഞു ഞാൻ. കാരണം ആരും പോവില്ല, ഏത് പാർട്ടിയായാലും ഏത് രാഷ്ട്രീയക്കാരായാലും ആരും വോട്ട് ചെയ്യാൻ പോവില്ല എന്ന് തന്നെയാണ് ഇവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കണം തന്നെയാണ് അഭിപ്രായം. പന്നിത്തടം സെന്ററിൽ നിന്നും 200 മീറ്റർ മാറി പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കണക്ഷൻ കൊടുക്കുന്നതിന് കുന്നംകുളം PWD ഓഫീസിൽ നിന്ന് അനുമതി ലഭിക്കുന്നില്ല എന്നാണ് വാട്ടർ അതോറിറ്റി AE പറയുന്നതെന്നും വകുപ്പ് ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരി വിഷയത്തിൽ നിന്നും മാറിപ്പോവുകയാണെന്നും പൊതുപ്രവർത്തകൻ ഷറഫു പന്നിത്തടം പറഞ്ഞു. വേനൽ കടുക്കുന്നതിന് മുൻപ് വെള്ളം ലഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV എരുമപ്പെട്ടി.
ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിലെ അതിപ്രധാന ചടങ്ങായ ഉത്സവബലി ശനിയാഴ്ച നടക്കും. ഉത്സവബലി ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. ഉത്സവത്തിന്റെ 8ാം ദിവസമാണ് ഉത്സവബലി. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് അതിസങ്കീർണമായ താന്ത്രിക ചടങ്ങായ ഉത്സവബലി. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉത്സവബലി ആരംഭിക്കും. ഭഗവാന്റെ ഭൂതഗണങ്ങളെ മുഴുവൻ പാണികുട്ടി വരുത്തി ബലി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതാണ് ചടങ്ങ്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ക്ഷേത്ര മതിൽക്കകത്ത് എഴുന്നള്ളിച്ചു വെച്ച ഭഗവാനെ തൊഴാൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടും. ഉത്സവബലിക്ക് 33 കോടി ദേവന്മാരും എത്തുമെന്നാണ് സങ്കല്പം. ഉത്സവബലി ദിവസം എല്ലാ ചരാചരങ്ങൾക്കും അന്നം നൽകി തൃപ്തിപ്പെടുത്തണം. ഈ പുണ്യസമയത്ത് ആരും പട്ടിണി കിടക്കരുതെന്ന് നിർദ്ദേശിച്ച് പക്ഷിമൃഗാദികൾക്കും അന്നം നൽകും. ഉത്സവബലിക്ക് ദേശപ്പകർച്ചയാണ്. ദേശപ്പകർച്ചയ്ക്ക് പായസം ഉൾപ്പെടെയുള്ള സദ്യവട്ടം നൽകും. ഉത്സവബലി നടക്കുന്നതിനാൽ രാവിലെ 8 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയും ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നഗരസഭ സംഘടിപ്പിച്ച നിശാഗന്ധി സർഗോത്സവത്തിൽ പ്രശസ്ത ഗായകൻ അലൂഷി ആസ്വാദക ഹൃദയം കീഴടക്കി. തിങ്ങി നിറഞ്ഞ സംഗീതപ്രേമികളെ സാക്ഷിയാക്കി അലൂഷി പാടിയപ്പോൾ സദസ്സ് ഒന്നടങ്കം ഏറ്റുപാടി. 1.5 മണിക്കൂർ നീണ്ടുനിന്ന സംഗീത വിരുന്നിൽ വിസ്മയകരമായ വൈവിധ്യമാണ് അലൂഷി കാഴ്ചവെച്ചത്. സിനിമാ ഗാനങ്ങളുടെ താളത്തിനൊപ്പം സദസ്സ് ആടിപ്പാടി. ഒപ്പം മനസ്സിനെ തൊട്ടുണർത്തുന്ന ഗസലുകളും മാപ്പിള പാട്ടുകളും വേദിയിൽ മുഴങ്ങിയപ്പോൾ കാണികൾ ആവേശത്തിലായി. സംഗീതത്തിന്റെ എല്ലാ ഭാവങ്ങളും കോർത്തിണക്കിയ അലൂഷിയുടെ ആലാപന ശൈലി ഗുരുപൗനപുരിക്ക് നവ്യാനുഭവമായി. ആസ്വാദകരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലേക്ക് നയിച്ച് ഏകാദശി തൊഴാൻ എന്ന ഗുരുവായൂരപ്പ ഭക്തിഗാനത്തോടെയാണ് അലൂഷി സംഗീത നിശയ്ക്ക് സമാപനം കുറിച്ചത്. കലാഭവൻ മണിയുടെ 10ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നഗരസഭയും മണി അനുസ്മരണ സമിതിയും സംയുക്തമായി വിവിധ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ചേനത്തുനാട് മണി കൂടാരത്തിൽ കലാഭവൻ മണി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, LDF ലീഡർ ജിൽ ആന്റണി, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ചെയർമാൻ സന്തോഷ് കാല, അഡ്വക്കേറ്റ് ബിജു ചെറിയൻ, സമിതി കൺവീനർ US അജയ്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചേനത്തുനാട് രാമൻ കലാഗ്രഹത്തിൽ കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, മണിയുടെ സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ കലാഭവൻ മണി സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പതിവ് പോലെ അന്നദാനം നടത്തി അനുസ്മരണം സംഘടിപ്പിച്ചു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ള കലാഭവൻ മണിയുടെ പാടിയിലും ഓർമ്മ പുതുക്കാൻ 100 കണക്കിന് ആരാധകർ എത്തിച്ചേർന്നു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും മണിയുടെ ആരാധകർ യൂണിഫോം ധരിച്ചാണ് സ്മൃതി മണ്ഡപത്തിലും പാടിയിലും എത്തിയത്. TCV ന്യൂസ് ചാലക്കുടി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. വെരിക്കോസ് വെരിന് ചികിത്സ നടത്തിയ രോഗിയുടെ കാൽ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ സ്ഥാപനത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകി. പുല്ലൂറ്റ് കോഴിക്കടയിൽ പ്രവർത്തിക്കുന്ന ആയുഷ്മാൻ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെന്ററാണ് അടപ്പിച്ചത്. ഇവിടെ ചികിത്സ തേടിയ കോണത്തുകുന്ന് സ്വദേശി കിഴക്കേ പാലക്കാത്ത് വീട്ടിൽ രാമദാസിന്റെ ഇടതുകാൽ മുറിച്ചുമാറ്റിയിരുന്നു. രാമദാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥാപനം ഉടമയ്ക്കെതിരെ കേസെടുത്തു. തുടർന്നാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥാപനം പൂട്ടിയത്. സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നഗരസഭ കത്ത് നൽകിയിട്ടുണ്ട്.
മസാജ് ചെയ്യാനും യോഗ പരിശീലിപ്പിക്കുവാനും ലൈസൻസുള്ള സ്ഥാപനത്തിലാണ് ചികിത്സ നടത്തിയിരുന്നത്. വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം. ആശുപത്രിയിൽ അടിക്കടി ദുരൂഹ മരണങ്ങൾ ആവർത്തിക്കുകയാണെന്നും സംഭവത്തിൽ വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചു. കാഞ്ഞിരക്കോട് സ്വദേശി മുല്ലയ്ക്കൽ വീട്ടിൽ നവീഷ് കൈക്ക് ചെറിയ വിറയലുമായി ആശുപത്രിയിലെത്തുകയും ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം മരണം സംഭവിക്കുകയുമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ മാസം എങ്കക്കാടുള്ള യുവതി യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനായി സർജറി കഴിഞ്ഞ് രക്തം വാർന്ന് മരണമടയുന്നതായും മുണ്ടത്തിക്കോടുള്ള രോഗിക്കും സമാന അനുഭവം ഉണ്ടായെങ്കിലും അടിയന്തരമായി മെഡിക്കൽ കോളേജിലെത്തിച്ച് വീണ്ടും സർജറി നടത്തിയതിനെ തുടർന്ന് രക്ഷപ്പെട്ടതായും ഡിസിസി സെക്രട്ടറി കെ അജിത് കുമാർ ചൂണ്ടിക്കാട്ടി. ജില്ലാ ആശുപത്രിയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയും വിദഗ്ധ ഡോക്ടർമാർ ഇല്ലാത്തതുമൂലം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാനുള്ള കേന്ദ്രമായി താലൂക്ക് ആശുപത്രി മാറിയിരിക്കുകയാണെന്നുമാണ് ആക്ഷേപം. കെപിസിസി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, ജിജോ കുര്യൻ, PJ രാജു, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, കൌൺസിലർ ഷാനവാസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കുന്നുകുളം റോയൽ ആശുപത്രിയിൽ പ്രസവത്തിനിടെ അണുബാധയേറ്റ് നവജാത ശിശുവിന്റെ ആരോഗ്യം അപകടത്തിലായെന്ന് ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി കാക്കശ്ശേരി ആൽവിനും ഭാര്യ അനീനയും ആരോപിച്ചു. കുഞ്ഞിന്റെ ഗുരുതരാവസ്ഥയ്ക്ക് കാരണം ചികിത്സാ പിഴവെന്ന് ബോധ്യമായ കുന്നംകുളത്തെ ആശുപത്രി മാനേജ്മെന്റ് കൂടുതൽ ചികിത്സയ്ക്കായി തൃശൂരിലെ ദയ ആശുപത്രിയിലേക്ക് മാറ്റി. രോഗാവസ്ഥ തുടർന്നതിനാൽ തിരുവനന്തപുരം, പൂണ്ടിച്ചേരി, വെല്ലൂർ എന്നിവിടങ്ങളിൽ കുഞ്ഞിനെ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടി വന്നു. ഇപ്പോഴും നിരവധി മരുന്നുകളുടെ സഹായത്തോടെയാണ് കുഞ്ഞിന്റെ ആരോഗ്യം നിലനിർത്തുന്നതെന്ന് പിതാവ് ആൽവിൻ പറഞ്ഞു. വള്ളത്തോൾ നഗരപഞ്ചായത്തിലെ 3-ാം വാർഡിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി ആക്ഷേപം. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും കൈക്കൊണ്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള വീടുകളിലെ മാലിന്യങ്ങളും കടകളിലെ മാലിന്യങ്ങളും മൃഗങ്ങളുടെ ശരീരാവശിഷ്ടങ്ങളും കുമിഞ്ഞുകൂടിയതിനാൽ പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷമാണെന്ന് വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ, INTUC മണ്ഡലം പ്രസിഡന്റ് തമ്പി മണി എന്നിവർ പറഞ്ഞു. എന്റെ വീടാണ്. എന്റെ വീടിന്റെ മുമ്പ് ഒരു 10-35 സെന്റ് സ്ഥലം ഒരു പരുത്തിപ്പാറക്കാരൻ്റെ അതായത് കിടപ്പുണ്ട്. ഇപ്പോ ഇവിടുത്തെ 50-60 വീട്ടുകാർക്ക് മാലിന്യം തള്ളാനുള്ള ഒരു ഇടമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചെറിയ മൃഗങ്ങൾ, നായ്ക്കുട്ടികൾ, പൂച്ചക്കുട്ടികൾ അതൊക്കെ ചത്തതിന് ശേഷം അതുകൂടെ കൊടുന്ന് ഇടുകയാണ്. ദുർഗന്ധം വമിച്ചു എന്ന് പറഞ്ഞാൽ അത് വിവരണാതീതമായിട്ടുള്ള സംഗതിയാണ്. വളരെ സങ്കടകരമായിട്ടുള്ള, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. നമ്മുടെ ഈ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ ഉപയോഗിച്ച് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ അത് പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി. ഇത്തരത്തിൽ ഇവിടെ മാലിന്യം സംസ്കരിക്കുവാൻ വേണ്ടി ലക്ഷങ്ങൾ ദുരുപയോഗം ചെയ്യുകയും എന്നാൽ ഈ മാലിന്യ പ്രശ്നങ്ങൾ ഇവിടത്തെ ജനങ്ങൾ കാലങ്ങളായി അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുള്ളത്. മാള കുണ്ടൂർ കുത്തിയത്തോട് പാലത്തിനായി 8 സെന്റ് സ്ഥലം ഏറ്റെടുക്കാൻ 8 വർഷം കൊണ്ട് കഴിയാത്തവർ പായ്ത്തുരുത്തിൽ പാലത്തിനുള്ള റോഡ് നിർമ്മാണത്തിന് എങ്ങനെ സ്ഥലം ലഭ്യമാക്കുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വികസനത്തിനു വേണ്ടി പോലും നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കാത്ത MLA-യുടെ ബൂത്തിൽ കുടിവെള്ളം പോലും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. പാലം പായ്ത്തുരുത്തിലേക്ക് മാറ്റുന്നതിന് VR സുനിൽകുമാർ MLA-യും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയനും ഉൾപ്പെടെയുള്ളവർ മന്ത്രി P. രാജുവിന്റെ അധ്യക്ഷതയിൽ 2024 ജനുവരി 8-ാം തീയതി നടത്തിയ യോഗത്തിലാണ് തീരുമാനിച്ചതെന്നും അടുത്ത ദിവസങ്ങളിൽ അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പായ്ത്തുരുത്തിലേക്ക് പാലം മാറ്റാൻ തീരുമാനിച്ചതിന് പിന്നിൽ ചില കച്ചവട താൽപര്യങ്ങളുണ്ടെന്നും പഴയ പദ്ധതി മാറ്റുന്നതിനായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നും NDA നേതാക്കൾ പറഞ്ഞു. NDA നേതാക്കളായ ഡോക്ടർ വർഗീസ് ജോർജ്, KG മോഹനൻ, KS അനൂപ്, ദീപൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മമിയൂർ ദേവസ്വം ചെയർമാനായി GK പ്രകാശനെ വീണ്ടും തെരഞ്ഞെടുത്തു. P. സുനിൽകുമാർ, A. മോഹൻദാസ്, ശ്യാംകുമാർ പെരുമ്പിലാവിൽ എന്നിവരെ പാരമ്പര്യേതര ട്രസ്റ്റിമാരായി നിയമിച്ചു. തുടർച്ചയായി 4-ാം തവണയാണ് GK പ്രകാശൻ ചെയർമാനാകുന്നത്. ഗുരുവായൂർ ഓവുങ്ങൽ മല്ലാട് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ വാഴപ്പുള്ളിയിലെത്തിയാൽ അല്പനേരം നിർത്തിയിടും.
കാഴ്ചക്കാരുടെ മനം കവരുന്ന കാറ്റ്സ് ക്ലോ വിസ്മയം ആസ്വദിച്ചാണ് പിന്നീടുള്ള യാത്ര. വാഴപ്പുള്ളി എരങ്ങത്തയിൽ ബഷീറിന്റെ വീടിന് മുന്നിലാണ് സ്വർണ്ണവർണ്ണത്തോടെ കാറ്റ്സ് ക്ലോ ക്രീപ്പർ ചെടി പൂത്തുലഞ്ഞിരിക്കുന്നത്. പ്രകൃതി ഒരുക്കിയ മഞ്ഞ പട്ടെടുത്ത അലങ്കാരമായി മാറിയിരിക്കുകയാണിത്. ബഷീറും കുടുംബവും വിദേശത്താണെങ്കിലും വീട് ഇപ്പോൾ നാട്ടുകാരുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ്. 15 വർഷം മുൻപ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന നട്ട വള്ളിച്ചെടിയാണ് മഞ്ഞ പട്ടണിഞ്ഞിരിക്കുന്നത്. 8 വർഷമായി പൂക്കാറുണ്ടെങ്കിലും ഇത്തവണത്തെ കാഴ്ച അവിശ്വസനീയമാണ്. പതിവിൽ കവിഞ്ഞ പൂത്തൊലിച്ചിലിനാണ് ഇത്തവണ മതിൽക്കെട്ട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. സമീപത്തുള്ള മാവിനെയും കൂറ്റൻ ക്രിസ്മസ് ട്രീയെയും ഈ അധിനിവേശ സസ്യം വിഴുങ്ങിയിട്ടുണ്ട്. തെങ്ങിനേക്കാൾ ഉയരമുള്ള ക്രിസ്മസ് ട്രീയുടെ ഇല പുറത്തു കാണാത്ത വിധം മഞ്ഞപ്പൂക്കൾ പൊതിഞ്ഞു നിൽക്കുകയാണ്. മാവിലും പൂങ്കുലകൾ തിങ്ങി നിറഞ്ഞാടുകയാണ്. നയനമനോഹരമായ ഈ കാഴ്ച കാണാനും സെൽഫി എടുക്കാനുമായി വഴിയാത്രക്കാരുടെ വലിയ തിരക്കാണിവിടെ അനുഭവപ്പെടുന്നതെന്ന് പരിസരവാസിയായ നഗരസഭാ കൗൺസിലർ ആൻഡ്രൂ തോമസ് പറഞ്ഞു. വാഴപ്പുള്ളിയുടെ ഒരു സൗന്ദര്യമാണ് ബഷീർക്കാരെ വീട്ടിൽ എല്ലാ വർഷവും ഒരു 5-10 ദിവസം ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പ്രദേശത്തുകാർക്ക് മാത്രമല്ല, ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ നിർത്തി വീഡിയോസും ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. ജോലിക്കാരാണ് തോട്ടം പരിപാലിക്കുന്നത്. പൂച്ചയുടെ നഖം പോലെ 3 അഗ്രങ്ങളുള്ള കൊളുത്തുകൾ ഉപയോഗിച്ച് ഭിത്തികളിലും മരങ്ങളിലും പറ്റിപ്പിടിച്ചു വളരുന്നതിനാലാണ് കാറ്റ്സ് ക്ലോ എന്ന പേര് ലഭിച്ചത്. തെക്കേ അമേരിക്കയിലും കരീബിയൻ ദ്വീപുകളിലുമായി പിറവിയെടുത്ത ഈ പൂച്ചനഖ സസ്യം ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് കുടിയേറുന്നത്. ഇന്നിപ്പോൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിറസാന്നിധ്യമായി. പൂക്കൾക്ക് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ആയുസ്. പൂക്കൾ കൊഴിയുന്നതോടെ നിലം മഞ്ഞ പരവതാനി വിരിക്കും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നിരന്തരമായി പുതിയ പൂക്കൾ വിരിയുകയും 2 ആഴ്ച മുതൽ 1 മാസം വരെ പൂത്തുലഞ്ഞു നിൽക്കുകയും ചെയ്യും. അടുത്ത വർഷം ഇതിലും കൂടുതൽ മനോഹരമായി പൂക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. TCV ന്യൂസ് ഗുരുവായൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. പാവറട്ടി ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമീണ റോഡിനും കുടിവെള്ളത്തിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ് അവതരിപ്പിച്ചു. ഗ്രാമീണ റോഡിന് 1 കോടി രൂപയും മരതിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് OP തുടങ്ങുന്നതിന് 1 കോടി രൂപയും ടൌൺ നവീകരണത്തിന് സംസ്ഥാന ബജറ്റ് വിഹിതമായി 2.5 കോടി രൂപയും വിവിധ കുടിവെള്ള പദ്ധതികൾക്ക് 12 ലക്ഷം രൂപയും കേര പദ്ധതിക്ക് 18 ലക്ഷം രൂപയും ക്രിമിറ്റോറിയത്തിന് 10 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ മണലൂർ മണ്ഡലത്തിനായി UDF പ്രകടന പത്രിക തയ്യാറാക്കി. AICC സെക്രട്ടറി TN പ്രതാപിന്റെ നേതൃത്വത്തിലാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന വികസന സെമിനാർ മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കില മുൻ ഡയറക്ടർ PP ബാലൻ വികസന മാതൃക അവതരിപ്പിച്ചു. ചെയർമാൻ CC ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. CH റഷീദ്, KK ബാബു, PRN നമ്പീശൻ, ജിയോ ഫോക്സ്, CJ സ്റ്റാൻലി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം സബ് ട്രഷറി കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കാതെ ഉദ്ഘാടനം ചെയ്തുവെന്നാരോപിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ ട്രഷറി തുറന്നു കൊടുക്കാതെ AC മൊയ്തീൻ MLA ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് BJP ആരോപിച്ചു. പ്രതിഷേധ ധർണ BJP മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് തെക്കേപ്പുറം, MV ഉല്ലാസ്, ഷജീഷ് കില്ലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. നാടിന് കാവലായവരുടെ കണ്ണിന് കാവലായി തൃശൂർ ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. ട്രാഫിക് പോലീസുകാർക്കായുള്ള സൗജന്യ സൺഗ്ലാസ് പ്രിവിലേജ് കാർഡ് വിതരണവും സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും തൃശൂരിൽ നടന്നു.
ആര്യ ഐ കെയർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ നടന്ന ചടങ്ങ് കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് NS സജീവൻ അധ്യക്ഷത വഹിച്ചു. ട്രാഫിക് SHO KR ശാന്താറാം, സബ് ഇൻസ്പെക്ടർ ലീല ഗോപൻ എന്നിവർ വിശിഷ്ട അതിഥികളായി. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം CG മധുസൂദനൻ, ആര്യ ഐ കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KB മിനുദത്ത്, ജനറൽ മാനേജർ RK നവീൻ, മാർക്കറ്റിംഗ് മാനേജർ സുനീഷ് ചന്ദ്രൻ, PRO അജീഷ് സത്യാവിശ്വം എന്നിവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി 100-ലധികം ട്രാഫിക് പോലീസുകാർക്കായി സൗജന്യ സൺഗ്ലാസ് വിതരണം ചെയ്തു. ട്രാഫിക് പോലീസുകാർക്കായുള്ള സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിലൂടെ 1 വർഷം ഇവരുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഫാമിലി പ്രിവിലേജ് കാർഡുകളുടെ വിതരണവും നടത്തി. ഫാമിലി പ്രിവിലേജ് കാർഡിന്റെ സേവനങ്ങൾ ആര്യ ഐ കെയർ ഹോസ്പിറ്റലിന്റെ തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. ആമ്പലൂരിൽ ദേശീയപാതയോരത്തെ ആക്രിക്കടയിൽ നിന്ന് 15 കിലോ പിച്ചള മോഷണം പോയി. മധ്രിമ സ്റ്റീൽസ് എന്ന ആക്രിക്കടയിലാണ് മോഷണം നടന്നത്. ഗ്രില്ലുവാതിലിന്റെ താഴുകൾ തകർത്താണ് അകത്ത് സൂക്ഷിച്ചിരുന്ന പിച്ചള മോഷ്ടിച്ചത്. നിരീക്ഷണ ക്യാമറയുടെ DVR മോഷ്ടാക്കൾ കവർന്നു. ഓഫീസ് വാതിൽ തകർത്ത് മേശയ്ക്കുള്ളിലെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലാണ്. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. 3 വർഷം മുൻപും ഇവിടെ മോഷണം നടന്നിരുന്നു. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 19 ഗജവീരന്മാർ അണിനിരക്കും. ആനകൾ തിടമ്പേറ്റി കാവുകയറി പിൻവാങ്ങുന്നതോടെ പറവേലിയും പാഞ്ഞാൽ കാട്ടിൽക്കാവ് പൈങ്കുളം ഗേറ്റ് ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കാളവേളയും കാവുകയറും. പുത്രൻ, തിറ, വെള്ളാട്ട് തുടങ്ങിയവയും ക്ഷേത്രത്തിലെത്തും. ഇത്തവണ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന പൂതൻ, തിറ തുടങ്ങിയ കലാരൂപങ്ങൾ ഒന്നിച്ച് ക്ഷേത്രത്തിന് സമീപത്ത് തിറയാട്ടം പരിപാടി അരങ്ങേറുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴിമന നാരായണ നമ്പൂതിരിപ്പാട് അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ കരിയന്നൂർ റോഡിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ബ്ലോക്ക് മെമ്പർമാരായ PM സജി, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാജി സോമൻ, BV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, മെമ്പർ K സതീഷ് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജ് ക്യാൻസർ വിഭാഗത്തിലെ തകരാർ സംഭവിച്ചു കിടന്നിരുന്ന വീൽചെയർ, ട്രോളി എന്നിവ റിപ്പയർ ചെയ്തു നൽകി ടീം ചാവക്കാട്. ടീം ചാവക്കാട് ഭാരവാഹികളായ സാലി കൊല്ലംകുഴി, അബ്ദുൽ ഖാദർ മുസ്ലിം വീട്ടിൽ, നാസർ പറമ്പൻസ്, അബ്ദുള്ള തിരുവത്ത്, റജിൻ മുജീബ് എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് പഞ്ചായത്ത് വികസന സെമിനാർ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഷിബു കൊല്ലാറ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ എന്നിവർ സംസാരിച്ചു. ഇളവള്ളി പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അവതരിപ്പിച്ചു. വയോജനങ്ങൾക്ക് സുരക്ഷിത പാർപ്പിടമൊരുക്കാൻ പ്രത്യേക പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂറിസം പദ്ധതി, തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ, ഓക്സിജൻ പാർക്ക് എന്നിവയും ഫണ്ട് വകയിരുത്തി. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. ജലനിധി, ലൈഫ് മിഷൻ എന്നിവയ്ക്ക് ഫണ്ട് ഉൾപ്പെടുത്താത്തതിൽ പ്രതിപക്ഷ UDF അംഗങ്ങൾ പ്രസാദ് വാഗ്യയുടെ നേതൃത്വത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. അരണാട്ടുകര തരകൻസ് LP സ്കൂളിനോടനുബന്ധിച്ച് പുതിയ നഴ്സറി ക്ലാസുകളിലേക്കുള്ള പ്രവേശന ചടങ്ങ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് ചാലക്കൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ലാലി ജെയിംസ് മുഖ്യാതിഥിയായിരുന്നു. പ്രധാന അധ്യാപകൻ KA ബെന്നി, പ്രൊഫസർ VD ജോൺ, ജോഷി ചിറമൽ, ജോയ് പെരിഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്തിൽ കേര കർഷകർക്കായി ബോധവൽക്കരണ സെമിനാർ നടത്തി. കേരള കാർഷിക സർവകലാശാല ബിരുദ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നടന്നുവരുന്ന ഗ്രാമ സഹവാസ പരിപാടിയുടെ ഭാഗമായാണ് കേര കർഷകർക്കായി സെമിനാർ നടത്തിയത്. കൃഷി ശാസ്ത്രജ്ഞരായ KM ദിവ്യ, K സുമാ നായർ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. കാലാവസ്ഥാ വ്യതിയാനം, തെങ്ങ് കൃഷി എങ്ങനെ ബാധിക്കുന്നു, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക സേവന കേന്ദ്രങ്ങൾ എന്നിവയെക്കുറിച്ചായിരുന്നു സെമിനാർ.
അതിരപ്പള്ളിയിലെ കാട്ടാന മഞ്ഞക്കൊമ്പൻ മതപ്പാടിലായത് യാത്രക്കാർക്ക് ഭീഷണിയായി. വാഴച്ചാൽ മുതൽ ആനക്കയം വരെയുള്ള യാത്രയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വാശ്മരം ഉന്നതിയിലെ ഒരു മൂപ്പന്റെ ഭാര്യയെയും അതിരപ്പള്ളിയിൽ ഒരു പെൺകുട്ടിയെയും വകവരുത്തിയത് മഞ്ഞക്കൊമ്പനായിരുന്നു. കഴിഞ്ഞ ആഴ്ച പൊകലപ്പാറ ആദിവാസി ഉന്നതിയിൽ സുന്ദരൻ ആനയുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു. ഇതേ ആനയാണ് ആദിവാസിയെ ആക്രമിച്ചതെന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട്. കണ്ടശങ്കടവ് കനോലി കനാലിനോട് ചേർന്നുള്ള മണലൂർ പഞ്ചായത്തിന്റെ പവലിയൻ സാമൂഹ്യദ്രോഹികളിൽ നിന്ന് സംരക്ഷിക്കാൻ മണലൂർ പഞ്ചായത്ത് നടപടികളെടുക്കും. ഓണത്തിന് നടക്കുന്ന ചീഫ് മിനിസ്റ്റർ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വള്ളംകളി മത്സരം കൊണ്ട് ശ്രദ്ധ നേടിയ പവലിയൻ ഏറെ നാളുകളായി രാത്രികാലങ്ങളിൽ സാമൂഹ്യദ്രോഹികളുടെ വിഹാരകേന്ദ്രമായി മാറിയതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും അന്തിക്കാട് പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാലങ്ങളായി രാത്രിയിൽ പവലിയനിൽ അനധികൃതമായി ഏതാനും പേർ താമസിക്കുന്നതായി കണ്ടെത്തി. ഇത്തരം താമസക്കാരെ ഒഴിവാക്കുമെന്നും പവലിയനിലേക്കുള്ള കവാടങ്ങളിൽ സുരക്ഷാ ഗേറ്റ് സ്ഥാപിച്ച് സമയക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് പറഞ്ഞു. പവലിയനിൽ സാമൂഹ്യദ്രോഹികളുടെ വിളയാട്ടം അനുവദിക്കില്ലെന്നും കർശന നടപടികൾ എടുക്കുമെന്നും അന്തിക്കാട് SHO കേഴ്സൺ വി മാർക്കോസ് പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,860 രൂപ, പവന് 1,11,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചെങ്ങാലൂർ മാട്ടുമലയിൽ വീട് വെക്കാനെന്ന പേരിൽ വൻതോതിൽ മണ്ണെടുപ്പ് നടത്തുന്നതായി പരാതി. മണ്ണ് കടത്തുന്നത് പഞ്ചായത്ത് അനുമതിയോടെ എന്ന വ്യാജേന. ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് 5 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ. കുന്നൂർകുളം ചമ്മന്നൂർ സ്വദേശി താഴത്തേതിൽ വീട്ടിൽ സുധാകരനെയാണ് കുന്നൂർകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. കടങ്ങോട് പന്നിത്തടം ചേമൻ റോഡ് പ്രദേശവാസികൾക്ക് മാസങ്ങളോളമായി കുടിവെള്ളം കിട്ടുന്നില്ലെന്ന പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിലെ അതിപ്രധാന ചടങ്ങായ ഉത്സവബലി ശനിയാഴ്ച നടക്കും. രാവിലെ 8:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയും ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് 10 ആണ്ട്. ചേനത്തുനാട് മണിക്കൂടാരത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടന്നു. വെരിക്കോസ് വെയിനിന് ചികിത്സ തേടിയ രോഗിയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം പുല്ലൂറ്റ് ആയുഷ്മാൻ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ കൊടുങ്ങല്ലൂർ നഗരസഭ അധികൃതർ അടപ്പിച്ചു. വടക്കഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് ആരോപണം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.